ഹായ് 2-3 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് എനിക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നൊരു പിടുത്തമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എൻ്റെ കണ്ണിലുടക്കിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൽക്കുലത്തെ സാധനങ്ങളെല്ലാം മാറ്റി ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വിചാരിച്ചു. പിങ്കും സ്കൈ ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. ഉള്ളിൽ വെക്കാനുള്ള തെർമോക്കോളം ചെത്തി മെഴുക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ വിചാരിച്ചേ. അത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള തെർമോക്കോൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് വെറുതെ വെച്ച ഇരിക്കത്തിൽ വിചാരിച്ച് അതിൻ്റെ ഉള്ളിലേക്കും കമ്പി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഹോം ഡെക്കർ ചെയ്യുമ്പോൾ എപ്പോഴും എറിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പെയിൻറ്റുകൾ അടിച്ചു കൊടുക്കുന്നത് നല്ലത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ആയിട്ടുള്ള പെയിൻറ്റുകളാണ് ഇവിടെ അടിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് സവോളയുടെ തൊലിയാണ് ഉപയോഗിക്കുന്നത് പൂവായിട്ട്. അപ്പോൾ സവോളയുടെ തൊലിയുടെ സൈഡെല്ലാം ചെത്തി മേടിക്കുന്ന നല്ല പൂവിൻ്റെ ഷേപ്പാക്കി എടുത്ത് ഞാൻ മഞ്ഞയും നീലയും ചുമലയും പെയിൻറ്റ് അടിച്ചു കൊടുത്ത് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തണ്ടിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്ന പേപ്പർ കേട്ടോ. പേപ്പറോട് തണ്ടെല്ലാം ഉണ്ടാക്കി അതിന് ചുറ്റിനും ഞാൻ ഇതളുകൾ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മൾട്ടി കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവസാനത്തെ ലുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. തെർമോക്കോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൂക്കളെല്ലാം വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് പശയൊന്നും ആവശ്യമില്ല, വെറുതെ അങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്ലവർ പോട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കൂടി ഞാൻ എക്സ്ട്രാ ഇടാം കേട്ടോ. അപ്പോൾ അവസാനത്തെ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.